ഓക്കെ. ICSEയുടെ ബയോളജിയാണ് ക്ലാസ്, 10th സ്റ്റാൻഡേർഡിൻ്റെതാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ക്രോമസോം. അപ്പോൾ 2020-21 സിലബസ് അനുസരിച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളത് സെൽ ഡിവിഷനെ പറ്റിയാണ്. അപ്പോൾ സെൽ ഡിവിഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും എന്താണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓൾറെഡി ഉണ്ടായിരുന്ന സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറും. അതിനെയാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി സെൽ ഡിവിഷന് 2 പ്രോസസ്സാണുള്ളത്, മൈറ്റോസിസും മിയോസിസും. അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കും. സോ എന്തിൻ്റെ ആവശ്യത്തിലാണ് ഈ സെൽ ഡിവൈഡ് ചെയ്യണത്, അല്ലെങ്കിൽ പുതിയ സെൽ എന്തിനാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 3 പ്രോസസ്സ് അല്ലെങ്കിൽ 3 ആവശ്യകതയാണ് ഇതിനുള്ളത്. ഗ്രോത്ത്, വളർച്ചയ്ക്ക് വേണ്ടി; റീപ്ലേസ്മെൻറ്റ്, ഒന്നിന് പകരം അടുത്തതായിട്ട് വരാൻ വേണ്ടിയിട്ട്; റിപ്പയർ, എന്തെങ്കിലും ഒരു കട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവെല്ലാം വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും; പിന്നെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും. ഈ പറഞ്ഞ ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് മൈറ്റോസിസ് പ്രോസസ് ആയിരിക്കും അതിനകത്ത് നടക്കുക. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മിയോസിസ് പ്രോസസ്സ് ആയിരിക്കും അതിനകത്ത് നടക്കുക. അപ്പോൾ സെൽ ഡിവിഷൻ 2 എണ്ണമാണുള്ളത്, മൈറ്റോസിസും മിയോസിസും. ഗ്രോത്ത്, റീപ്ലേസ്മെൻറ്റ്, റിപ്പയർ ഇത് സാധാരണ നമ്മുടെ സൊമാറ്റിക് സെൽസ്, സാധാരണ ബോഡി സെൽസിലായിരിക്കും നടക്കുന്നത്. സോ ദെയർ മൈറ്റോസിസ് ആണ് എപ്പോഴും നടക്കുക. റീപ്രൊഡക്ഷനിൽ മിയോസിസ് ആയിരിക്കും നടക്കുക. അപ്പോൾ ഗ്രോത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് സെൽ ഡിവൈഡ് ചെയ്താണ് ഉണ്ടാകുന്നത്. ഒരു സെൽ, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സെൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അഗൈൻ വീണ്ടും ആ സെൽ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ടിഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ടിഷ്യൂസ് പിന്നെ ഓർഗൻ സിസ്റ്റം ആവും, പിന്നെ ഓർഗാനിസമായിട്ട് മാറും. ഇതാണ് ഗ്രോത്തിൽ പറയാനുള്ളത്. പിന്നെ ഉള്ളത് എന്താണ്? റീപ്ലേസ്മെൻറ്റ് അല്ലേ. റീപ്ലേസ്മെൻറ്റിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ RBC സെൽ, റെഡ് ബ്ലഡ് സെൽസ് അല്ലേ. RBCക്ക് ജീവനുള്ളത് 120 ഡേയ്സ് ആണ്. 120 ഡേയ്സ് ആകുമ്പോഴത്തേക്കും അത് ഡെഡായിട്ട് പുതിയ സെൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോൺ മാരോയിൽ നിന്നാണ് പുതിയ സെൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിനെയാണ് റീപ്ലേസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് റിപ്പയർ ആണ്. അതുപോലെ തന്നെ സ്കിൻ സെൽസ്, നമ്മുടെ സ്കിന്നിലുള്ള സെൽസും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, അത് ഡെഡായിട്ട് പുതിയ സെൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ വരാറുണ്ട്. അപ്പോൾ ഈ എയറിലൊക്കെ ആക്ച്വലി നമ്മുടെ ഡെഡ് സെൽസും ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തെന്താണ് പറയുന്നത്? റിപ്പയറിന് വേണ്ടിയിട്ട്. റിപ്പയർ വേറൊന്നുമല്ല, ഫോർ എക്സാമ്പിൾ നമ്മുടെ നൈഫോ എന്തെങ്കിലും കൊണ്ട് കൈയോ കാലോ ഒക്കെ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വന്ന് വീണ് അവിടെ മുറിവ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അത് കുറച്ച് കഴിയുമ്പോൾ ഓർക്കത്തില്ലേ, പുതിയ എന്താ പറയുക, പുണ്ണ് അവിടുത്തെ ആ വൂണ്ടങ്ങ് മാറത്തില്ലേ. മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സെൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടാണ്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന സെൽ ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്താണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കോളം ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അത് വേറൊന്നുമല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സെല്ല് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിനകത്തുള്ള ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ആയി 2ആയിട്ട് മാറിയാണ് ഒരു ഡോട്ടർ സെല്ല്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന സെല്ലിനെ നമ്മൾ പാരൻറ്റ് സെല്ലെന്ന് വിളിക്കുന്നു. അതിൽ നിന്നും പുതിയതായിട്ടുണ്ടാകുന്നതിനെ ഡോട്ടർ സെൽസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മൈറ്റോസിസ്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എഗ്ഗ് പ്രൊഡ്യൂസിങ് സെൽസും, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമും. ഇത് രണ്ടും മിയോസിസ് ആണ്. മിയോസിസ് പ്രോസസ്സ് വഴി നമ്മുടെ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഹാഫ് ദി നമ്പർ ഓഫ് ക്രോമസോം മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അതിനാണ് മിയോസിസ് എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാ പ്രോസസ്സ് വഴി സെൽ ഡിവിഷൻ നടക്കുന്നതിനെ മൈറ്റോസിസ് എന്നാണ് വിളിക്കുന്നത്. കണ്ടല്ലോ. ഫോർ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനകത്താണ് നടക്കുന്നത്. അതിനകത്ത് സ്പേമും എഗ്ഗും ഒക്കെ എപ്പോഴും മിയോസിസ് പ്രോസസ്സ് വഴിയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ കോളം ഒന്ന് നോക്കി, സാധാരണ നമ്മുടെ ബോഡി സെല്ലിൻ്റെ മറ്റൊരു പേരാണ് സൊമാറ്റിക് സെൽസ്. സൊമാറ്റിക് സെൽസിനകത്ത് 46 ക്രോമസോമിൻ്റെ നമ്പർ. വുമൻസിനും എല്ലാം സെയിം തന്നെയാണ്, 23 പെയർ എന്നാണ് പറയുന്നത്. കണ്ടല്ലോ. 2n ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. 2n ഡിപ്ലോയിഡ് കണ്ടീഷൻ. സെക്സ് സെൽസ് ആകുമ്പോഴത്തേക്കും, സ്പേംസും എഗ്ഗും ആകുമ്പോഴത്തേക്കും അത് ഹാഫ് ദി നമ്പർ ആവും, 23. കണ്ടോ, ഈ 46 23 ആയിട്ട് മാറി 2n n ആയിട്ട് മാറി. കണ്ടല്ലോ. അപ്പോൾ ഒരു സ്പേം, അതായത് മെയിൽസിൽ നിന്നുള്ള സ്പേമും ഫീമെയിൽസിൽ നിന്നുള്ള എഗ്ഗും രണ്ടും n കണ്ടീഷൻ ആയിരിക്കും. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എഗൈൻ എത്രയാവും? 23 + 23 46 ആയിട്ട് മാറും. സോ വീണ്ടും 2n കണ്ടീഷൻ. ഇങ്ങനെയാണ് ഒരു ബേബി ഉണ്ടാവുന്നത്. ഓക്കെ. അടുത്ത് പറയുന്നത് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു 2 ടൈപ്പ് സെൽ ഡിവിഷൻ, മൈറ്റോസിസ്, മിയോസിസ്. സാധാരണ ബോഡി സെല്ലിൽ നടക്കുന്നത് മൈറ്റോസിസ്, അതേസമയം റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനകത്ത് നടക്കുന്നത് മിയോസിസ് ആയിരിക്കും. ഇനി മൈറ്റോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. ഒരു പാരൻറ്റ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഒരുപോലത്തെ ഒരു ഡോട്ടർ സെൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്.
അടുത്തെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മൈറ്റോസിസിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്രോമസോം നമ്പർ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ക്രോമസോം നമ്പർ 46 തന്നെയായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സെല്ലിൽ ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫേസസ് പഠിക്കാനുണ്ട്. എവിടെയൊക്കെ വെച്ചിട്ടാണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെൽ ഡിവിഷൻ എങ്ങനെയാണ് ഒരു സെല്ലിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സെൽ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജിലോട്ട് കിടക്കും. ശ്രദ്ധിക്കുക, ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള DNA റെസ്റ്റ് ചെയ്യണമെന്നായിരിക്കും വിചാരിക്കുക. അപ്പോൾ ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്നതിന് റെസ്റ്റിംഗ് ഫേസ് എന്നാണ് ആക്ച്വലി അറിയപ്പെടുന്നത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഒരു ക്രോമസോമിന് യാതൊരു ചേഞ്ചും കാണപ്പെടില്ല, പക്ഷേ ഇൻറ്റേർണലി ഇറ്റ് ഈസ് ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അതായത് അത് ഡിവൈഡ് ചെയ്യേണ്ട ആ ഒരു തുടക്കത്തിൽ ഇൻറ്റേർണലി DNA എല്ലാം അത് തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുന്ന ഒരു ഫേസിനെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അടുത്ത് ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഫേസസ് ഓഫ് മൈറ്റോസിസിനകത്ത് ഉൾപ്പെടുത്തില്ല. ജസ്റ്റ് അതിന് തൊട്ട് മുമ്പായിട്ട് അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ദി പ്രോസസ്സ്, അതിനാണ് ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പേര് റെസ്റ്റിംഗ് ഫേസ് എന്നാണ്. ഈ ഫേസസ് ഓഫ് മൈറ്റോസിസിനകത്ത് മൊത്തം 4 ഫേസസ് ആണുള്ളത്. പ്രൊഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ഏതൊക്കെയാണ്? പ്രൊഫേസ്, മെറ്റാഫേസ്, ആനാഫേസ് ആൻഡ് ടീലോഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ആൾ പ്രൊഫേസ് ആണ്. പ്രൊഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്രോമസോംസ് എന്ത് ചെയ്യും? ഷോർട്ടും തിക്കും ആയിട്ട് മാറും. കറക്റ്റായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരിക്കും ആ സമയത്തുണ്ടായിരിക്കുക. നമ്മുടെ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 2 ക്രോമാറ്റിഡായിട്ട് മാറും. ഓക്കെ, ഈ 2 ക്രോമാറ്റിഡിനെ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിസ്റ്റർ ക്രോമാറ്റിഡ് രണ്ടുപേരും അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടല്ലോ, ഇത് അനിമൽ സെല്ല്, ഇത് പ്ലാന്റ് സെല്ല്. ഈ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ സെല്ലിനകത്ത് സെൻട്രോസോം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗവും കൂടി കാണും, സെൻട്രോസോം. പക്ഷേ പ്ലാന്റ് സെല്ലിനകത്ത് അങ്ങനെ ഒരു ഭാഗമില്ല. പിന്നെ അതുപോലെ തന്നെ രണ്ടിനകത്തും ഡ്യൂപ്ലിക്കേഷനൊക്കെ സംഭവിക്കുന്നത് ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. ഈ പറയുന്നില്ലേ, ഇതാണ് ക്രോമസോം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ക്രോമസോം എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ക്രോമസോം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 2 കോപ്പിയായിട്ട് 2 ക്രോമാറ്റിഡായിട്ട് മാറും. ഈ 2 ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് ഒരു സ്മോൾ റീജിയനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇവിടെ ഇതിനെയാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഈ 2 ഭാഗത്തിനെയാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഈ 2 ക്രോമാറ്റിഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിസ്റ്റർ ക്രോമാറ്റിഡ് ഈ ഭാഗത്തിന് സെൻട്രോമിയർ എന്ന് പറയുന്നു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സെൻട്രോസോം ഉണ്ടല്ലോ, അനിമൽ സെല്ലിലുള്ള സെൻട്രോസോം, അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റാർ ലൈക്ക് ആസ്റ്റർ ഫോർമേഷൻ നടക്കും ഇവിടെ. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ ഒരു സ്പിൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നതിനാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ അനിമൽ സെല്ലിനകത്താണ് സെൻട്രോസോം ഇങ്ങനെയായിട്ട് ആസ്റ്റർ ലൈക്ക് ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സെൻട്രോസോം ഇല്ലാതെ തന്നെ സ്പിൻഡിൽ ക്രിയേറ്റ് ചെയ്യും പ്ലാന്റ് സെല്ലിൽ കേട്ടോ. പ്ലാന്റ് സെല്ലിൽ സെൻട്രോസോം ഇല്ലാതെ തന്നെയാണ് സ്പിൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിവേ സെൻട്രോമിയർ എന്ന് പറയുന്ന ഭാഗം ഈ സ്പിൻഡിൽ ഫൈബേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും പ്രോഫേസ് സ്റ്റേജിൽ ഇരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഒക്കെ കാണാതെ പോവും. ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് കാണാം. ഇനി അടുത്തെന്ന് പറയുന്നത് മെറ്റാഫേസ് സ്റ്റേജ് ആണ്. മെറ്റാഫേസ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സെൻട്രോമിയർ കൊണ്ട് ഈ ക്രോമാറ്റിഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഇക്വട്ടോറിയൽ പ്ലെയിനിൽ വരും. അനിമൽ സെല്ലിലും വരും, പ്ലാന്റ് സെല്ലിലും വരും. ഇതാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. അടുത്ത ആനാഫേസ് ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഡിവൈഡ് ചെയ്യും. സെൻട്രോമിയർ വെച്ചിട്ട് 2 ക്രോമസോമും ഡിവൈഡ് ചെയ്ത് 2 സൈഡിലോട്ട് പോകും. രണ്ടും 2 പോൾ റീജിയനിലോട്ട് പോകും. കണ്ടല്ലോ, പോൾ റീജിയനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനാഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും 2 പോൾ റീജിയനിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇത് അനിമൽ സെല്ലാണ്, അതുകൊണ്ടാണ് സ്റ്റാർ ലൈക്ക് ആസ്റ്റർ ഫോർമേഷൻ കാണുന്നത്. ഇത് ആനാഫേസ് ആണ്, ഇതിനകത്ത് ആസ്റ്റർ ഫോർമേഷൻ കാണത്തില്ല. ഇതാണ് പ്ലാന്റ് സെൽ അനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം. ടീലോഫേസിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും കണ്ടല്ലോ, അനിമൽ സെല്ലിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കും. സ്പിൻഡിൽ ഫൈബേഴ്സ് കാണാതെ ആകും. പിന്നെ സെൽ മെംബ്രെയിനും സെൽ മെംബ്രെയിൻ അല്ല, ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസൊക്കെ തിരിച്ച് വരാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ അനിമൽ സെല്ല് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിങ്ങോട്ടൊരു കുഴിവ്, ക്ലീവേജ് ഒക്കോറയും. ക്ലീവേജ് വേറൊന്നിനും അല്ല, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം പ്ലാന്റ് സെല്ല് നോക്കിക്കഴിഞ്ഞ് പ്ലാന്റ് സെല്ല് വേറെ ഒന്നും ക്ലീവേജ് ഒന്നും ഫോം ചെയ്യത്തില്ല. പകരമായിട്ട് ഇവിടെ ഒരു സെൽ വോൾ
വാൾ പുതിയതായിട്ട് നടുക്കൂടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ടീലോഫേസിൽ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അനാഫേസിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് അവിടെ ആസ്റ്റർ ഫോർമേഷൻ നടക്കും, പക്ഷേ പ്ലാന്റ് സെല്ലിൽ അത് നടക്കില്ല. ഇവിടെ അനിമൽ സെല്ലിൽ ക്ലീവേജ് നടക്കും, ഇവിടെ ക്ലീവേജ് നടക്കില്ല, ജസ്റ്റ് സെൽ വോൾ മാത്രമേ ക്രിയേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് ക്ലീവേജ് ഒക്കോർ ചെയ്ത് 2 സെല്ലായിട്ട് മാറി, അനിമൽ സെല്ല് 2 സെല്ലായിട്ട് മാറി, അതിനെയാണ് സൈറ്റോകൈനസിസ്. അതായത് സൈറ്റോപ്ലാസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രൊമാറ്റിഡ് വീണ്ടും ക്രൊമാറ്റിൻ ത്രെഡ്സ് ആയിട്ടൊക്കെ മാറി അതിനകത്ത് കറക്റ്റായിട്ട് അത് കിടപ്പുണ്ട്. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂക്ലിയസ് ഭയങ്കര വലുതായിരിക്കും, അതേസമയം സൈറ്റോപ്ലാസമൊക്കെ വളരെയധികം കുറവായിരിക്കും പുതിയ സെല്ലിൽ. ഇനി പ്ലാന്റ് സെല്ല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ്, ഒരു സെൽ വാൾ ക്രിയേറ്റ് ചെയ്ത് 2 സെല്ലായിട്ട് മാറി. ഇതാണ് ഡാറ്റർ സെൽസ് പ്ലാന്റ് സെല്ലിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് കാരിയോകൈനസിസ്, എന്താണ് സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞിട്ട്. കാരിയോകൈനസിസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ടീലോഫേസിലുണ്ടാകുന്ന ന്യൂക്ലിയസിലുള്ള ചേഞ്ചസ്. എന്താണ് ടീലോഫേസിൽ സംഭവിക്കാൻ? ന്യൂക്ലിയർ മെമ്പറൈൻ തിരിച്ചു വരും, ന്യൂക്ലിയോലസും തിരിച്ചു വരും, അതുപോലെ തന്നെ ക്രൊമാറ്റിഡ് ഡാറ്റർ ക്രോമസും വലുതാവും, കറക്റ്റായിട്ട് തിന്നറായിട്ട് കറക്റ്റ് നെറ്റ്വർക്കായിട്ട് ഒരുമാതിരി വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് തിരിച്ച് അതിൻ്റെ അതേത് സ്റ്റേജിലായിട്ട് മാറും. ഇതാണ് ടീലോഫേസിൽ നടക്കുക. ഇതിന് ഇത്രയും കാര്യങ്ങളെയാണ് കാരിയോകൈനസിസ് എന്ന് വിളിക്കുന്നത്. സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സൈറ്റോപ്ലാസം, ഇവിടെ സൈറ്റോപ്ലാസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തില്ല, അതിന് വിളിക്കുന്ന പേരാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്ലാന്റ് സെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രോമിയറോ സെൻട്രോസോമോ ആസ്റ്റർ ഫോർമേഷനോ അതൊന്നും കാണില്ല, പക്ഷേ അനിമൽ സെല്ലിൽ അതൊക്കെ കാണും. അതുപോലെ തന്നെ 2ലും സ്പിൻഡിൽ ഫോർമേഷൻ ഉണ്ട്, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ ടീലോഫേസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിമൽ സെല്ലിൽ ക്ലീവേജ് നടക്കും, പക്ഷേ പ്ലാന്റ് സെല്ല് എന്ന് പറയുന്ന ഒരു സെൽ വാളാണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മൈറ്റോസിസിൻ്റെ ഫേസസിൽ പഠിക്കാനുള്ളത്. ഇനി മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈറ്റോസിസിൻ്റെ പ്രോസസ്സ് മെയിൻ ഇമ്പോർട്ടൻസ് അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത് ചോദിച്ചാൽ, വളർച്ച, ഗ്രോത്ത്, റിപ്പയർ, റീപ്ലേസ്മെൻറ്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ അമീബയിലൊക്കെ നടക്കത്തില്ലേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ക്രോമോസോം നമ്പർ സെയിം ആയിട്ട് അതേപടി ഡോട്ടർ സെൽസിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രോസസ്സ് നടക്കുന്നത്, മൈറ്റോസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു.